ഇന്ന് നമ്മളുടെ ഒരു ഹോസ്പിറ്റൽ വ്ളോഗാണ് കേട്ടോ. ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ മാത്രമല്ല, അല്ലാതെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് രാവിലെ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് തലകറക്കം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ രാവിലെ ഇപ്പോൾ ഒരു മോർണിംഗ് റൊട്ടീൻ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ഡേ ഇൻ മൈ ലൈഫ് ഇടാൻ കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഇടാം കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് വരുന്നുണ്ട്. അതായത് വേണ്ട, ഞാൻ പറയുന്നില്ല, അത് ഇങ്ങനെ കുറച്ച് ഒരു ഇതായിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനത് പറയാം കേട്ടോ, എന്താ കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇതാ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങുകയാണ്. രാവിലെ തന്നെ കുഞ്ഞിനും സംഗിയും കൂടെ പോയി OP ടിക്കറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വിളിച്ച് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ നേരെ അങ്ങ് കൈയോടെ പോയി എടുക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പോയി അവരിങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പിന്നെ വീട്ടിൽ ഫുഡെല്ലാം റെഡിയാക്കി കുഞ്ഞിനെ അങ്ങനെ പറഞ്ഞു വിട്ട് ഒരു 9:30 ആയപ്പോഴത്തേക്ക് ഇതാ ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയതാണ്. നമുക്ക് 6 കേട്ടോ നമ്പർ. അങ്ങനെ ഞങ്ങൾ ഇതാ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി നമ്മൾ നേരെ NSൻ്റെ അവിടെ ഇറങ്ങിയിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് 23 നമ്പർ. 6 നമ്മുടെ നമ്പർ 23 ആയപ്പോഴത്തേക്ക് എന്ന് ഞെട്ടി. ഇനി എപ്പോഴാണ് അവർ കയറ്റുന്നതെന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു. പിന്നെ അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 പേരെ വിളിച്ച് കഴിഞ്ഞ് നമ്മളെ കയറ്റി കേട്ടോ. അങ്ങനെ പിന്നെ ഡോക്ടറെയൊക്കെ കണ്ടു. പിന്നെ മരുന്ന് മേടിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഇച്ചിരി നേരം ഒന്ന് പോസ്റ്റായി. അങ്ങനെ മരുന്നൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ വരുമായിരുന്നു. വരുന്ന വഴിക്ക് സംഗി പറഞ്ഞു, നമുക്ക് നടന്നു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ, പോകുന്ന വഴിക്ക് നിനക്ക് ഞാൻ നാരങ്ങ വെള്ളം മേടിച്ച് തരാം, ഐസ്ക്രീം മേടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് ഈ തെണ്ടി എന്നെ വിളിച്ചോണ്ട് നടത്തിച്ചേട്ടോ. അയാൾ ഇറങ്ങിയ സമയത്ത് വലിയ വെയിലില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വെയിലായി. പിന്നെ അവിടുന്ന് ഇങ്ങനെ വരുന്ന വഴിക്ക് ഇതാ കാടും പടലൊക്കെ പറിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ വന്നത് കേട്ടോ. അവിടുന്ന് ഈ പൂ നല്ല രസമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു വീട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇത് കാർത്തികപ്പൂ, നമ്മുടെ മറ്റേ അടിപൊളിയാണ്. അതൊക്കെ കണ്ടിട്ട് കാലങ്ങളായി. ഇപ്പം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പൂ ഈ ചെടിയൊക്കെ ഞാൻ കാണുന്നത് തന്നെ. അങ്ങനെ ഇവിടുന്നൊക്കെ കാടും പടലൊക്കെ പറിച്ച് അങ്ങനെ ഞങ്ങൾ വഴി കൂടെ നടക്കുമായിരുന്നു. റോഡിൽ കൂടെ പോകുന്നവരൊക്കെ ഞങ്ങളെ നോക്കി ഇങ്ങനെ ഒരുമാതിരി പുച്ഛിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് അങ്ങനെയൊക്കെ ചിരിക്കുന്നത്? നമുക്കൊരു ഇഷ്ടപ്പെടുന്ന ഒരു സാധനം നമ്മൾ വഴി കിടന്നാലേ എടുക്കുന്നതിന് ഇപ്പം എന്താണ് കുഴപ്പം അല്ലേ? ഒരു കുഴപ്പമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഇവിടെ എനിക്ക് വെള്ളം മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. കടയൊന്നും ഇല്ലായിരുന്നു. ലാസ്റ്റ് ആയിട്ട് ഐസ്ക്രീം മേടിച്ച് തരാമെന്ന് പറഞ്ഞെടുത്ത് ആ കട അടവായിരുന്നു. വൈകുന്നേരം കണ്ടേ തുറക്കത്തോളം തോന്നും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നോക്കി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു കട കണ്ടു. അങ്ങനെ അവിടെ കയറി. അവിടെ അന്നേരം ഒന്നുമില്ല. അത് കഴിഞ്ഞ് വേറൊരു കടയിൽ കയറിയപ്പോഴത്തേക്ക് കുഞ്ഞൊരു ബേക്കറി പോലെയൊക്കെ കേട്ടോ. അവിടെ പിന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ചു. അന്നേരമാണ് ഇവളുടെ കയ്യിൽ ഗൂഗിൾ പേ വർക്ക് ആവുന്നില്ല. പിന്നെ ക്യാഷ് ഞാൻ തന്നെ കൊടുക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചു. അതായത് ഒരു ചോക്കോബാർ ആയിരുന്നു. ചോക്കോബാർ അത്ര അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒരു വല്ലാത്തൊരു ചുവയുണ്ടായിരുന്നു. 15ൻ്റെ ചോക്കോബാർ ആയിരുന്നു. വലിയ സുഖമില്ലായിരുന്നു. പിന്നെ ഒരു സിപ്പപ്പ് മേടിച്ച് കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നിട്ടാട്ടോ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചത്. അത് കഴിഞ്ഞ് ഒറ്റ കിടപ്പായിരുന്നു. എനിക്ക് നല്ല തലവേദനയായിരുന്നു. അതായത് വെയിലിൻ്റെ ഒരു വെട്ടം എൻ്റെ കണ്ണിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര തലവേദന വരും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് സംഗി പോകാൻ ഇറങ്ങി വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ അങ്ങ് പോയതിന് ശേഷം പിന്നീട് ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചാഞ്ഞ് മുന്നൊക്കെ ഇരുന്നതിന് ശേഷം പിന്നീട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ക്രാഫ്റ്റ് എന്തെങ്കിലും ചെയ്തിട്ട് കുറേ നാളുകളായി കേട്ടോ. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യാമെന്നും വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അങ്ങനെ സാധനങ്ങളൊക്കെ എവിടെയൊക്കെയാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. ഞാൻ കൊണ്ടുവന്ന ക്രാഫ്റ്റ് അത് ചെയ്യാനുള്ള സാധനങ്ങളും എൻ്റെ പെയിൻറ്റും ബ്രഷും ഒക്കെ എവിടെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഓരോരുത്തരത്തും പോയിട്ട് ഞാനിങ്ങനെ തപ്പുമായിരുന്നു. ഒരേ ഇങ്ങനെ കവറിനകത്തും പേസ്റ്റ് ബോർഡ് ഡപ്പയ്ക്കകത്തും ഒക്കെ ആക്കിയാണ് വെച്ചേക്കുന്നത്. നമുക്കിവിടെ ഷെൽഫും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എടുത്ത് വെക്കാനുള്ള സൗകര്യം നമുക്കില്ല. അവിടെ എന്ന സമയത്ത് ഞാനൊരു ഷെൽഫിനകത്തായിരുന്നു ഇതൊക്കെ ഇങ്ങനെ ഒതുക്കിയൊക്കെ വെച്ചിരുന്നത്. ഈ ഒരു പെട്ടി നിറയെ എൻ്റെ ആക്രി സാധനങ്ങളാട്ടോ. അലുകുലത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതിനകത്ത് കുറേയൊക്കെ ചീത്തയായി പോയി. ഞാനത് ഇപ്പോഴാണ് കാണുന്നത്. അതൊക്കെ ഇനി എടുത്ത് കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി വെക്കണം. ഇതിനകത്ത് ആവശ്യമുള്ളത് മാത്രം എടുത്ത് വെക്കണം എന്ന് വിചാരിക്കുകയാണ്. ഇതൊക്കെ എനിക്ക് കുഞ്ഞിൻ്റെയൊക്കെ ഫോണിൻ്റെ കവറായിരുന്നു കേട്ടോ. പഴയതാവുന്നതൊക്കെ എനിക്ക് തരുമായിരുന്നു. ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ എൻ്റെതും എല്ലാം ചീത്തയായിപ്പോയി. അത് പൊടിഞ്ഞൊരുമാതിരി ഒടിഞ്ഞു പോയിട്ടോ. അതിങ്ങനെ പോകുമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇനിയിപ്പം കുഞ്ഞിനോട് പറഞ്ഞാലും ആൾ കിടന്ന് വഴക്ക് പറയും. കാരണം അന്ന് നിനക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇതിനകത്തെല്ലാം നോക്കിയിട്ടും എൻ്റെ സാധനങ്ങൾ കിട്ടിയില്ല ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അവിടെ ഇരുന്നും കിടന്നും ഒക്കെ നോക്കി. കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ എഴുന്നേറ്റ് പോയി ഇച്ചിരി നേരം അവിടെ കിടന്നപ്പോഴാണ് പിന്നീടാണ് ഓർത്തത് അടുക്കളയിലുണ്ടല്ലോ ഒരു സാധനം. അങ്ങനെ അവിടെ പോയി നോക്കിയപ്പോൾ സംഭവം കിട്ടി കേട്ടോ. അടുക്കളയിൽ നിന്നാണ് നമ്മുടെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കിട്ടിയത്. എൻ്റെ പെയിൻറ്റും ബ്രഷും ഒക്കെ. ഇതിനകത്ത് എൻ്റെ ബ്രഷ് മിസ്സിങ് ആണ്. എവിടെ പോയെന്ന് എനിക്കറിയില്ല. ഒരു വലിയൊരു ബ്രഷ്, അത് നല്ലൊരെണ്ണം അതായിരുന്നു ഉള്ളത്. അത് എവിടെയോ പോയിട്ടുണ്ട്. ഇനി അത് നോക്കിയൊക്കെ എടുക്കണം. അതിന് എവിടെയെങ്കിലും എടുത്ത് കളഞ്ഞ വഴിക്ക് എവിടെയെങ്കിലും പോയതാണോ അതോ ഇനി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും 2-3 ബ്രഷ് മേടിച്ചേ പറ്റത്തുള്ളൂ.
അപ്പോൾ നമ്മൾ എന്താണ് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ദാ ഈ ഒരു മറ്റേ ബൗളില്ലേ, മറ്റേ കുൾഫിയുടെ ആണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ സെപ്പറേറ്റ് വേറെ ഇടാം കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ഇപ്പം പെയിൻ്റൊക്കെ അടിച്ചാലും ഇത് ഉണങ്ങി വരാനൊക്കെ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഉണങ്ങുന്ന സമയത്ത് ഞാൻ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. ഇത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ വൈറ്റ് കളർ പെയിൻറ്റ് നമ്മളൊന്ന് ബേസ് കോട്ടായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും ആദ്യം നമ്മൾ വൈറ്റ് പെയിൻറ്റ് നമ്മൾ ബേസ് കോട്ട് എന്തെങ്കിലും അടിച്ചു കൊടുത്തിട്ട് മാത്രമേ വേറെ പെയിൻറ്റ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാവൂ. ഇല്ലെങ്കിൽ ആ ഒരു പെയിൻറ്റിന് ഭയങ്കര മങ്ങലായിരിക്കും കേട്ടോ. അതായത് അകത്തുള്ളത് നമുക്ക് പുറത്തോട്ട് നന്നായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് ബേസ് കോട്ട് അടിച്ച് കൊടുക്കണം എപ്പോഴായാലും, എന്തിന് പെയിൻറ്റ് അടിച്ചാലും. അപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടി ഒന്ന് വെക്കണം കേട്ടോ. കുറച്ച് സമയം എടുക്കും ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തിരി വെയിലുള്ളതായി ഈ ഒരു ഭാഗത്തായിരുന്നു. അങ്ങനെ അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഇനി മാങ്ങ കുറച്ച് ഞാൻ ഇതിന് മുന്നേ എനിക്ക് അമ്മയൊക്കെ വന്ന സമയത്ത് കൊണ്ടുപോയി തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. താഴത്തെ തട്ടിലിരിക്കുമായിരുന്നു ഫ്രിഡ്ജിൻ്റെ കേട്ടോ. അത് ചീത്തയായി പോകാഞ്ഞത് വലിയ കാര്യം. അപ്പോൾ എനിക്കില്ല വയ്യായികയും ബുദ്ധിമുട്ടും ആയതുകൊണ്ട് അധികം ഒന്നും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. മാങ്ങ എപ്പോഴും കാണും, ഇതെടുത്ത് ഉപ്പിലിടാൻ എനിക്കങ്ങ് വയ്യായിരുന്നു. അപ്പോൾ ഇന്ന് ഉപ്പിലിടാമെന്നും പറഞ്ഞ് എടുത്തതാണ്. പക്ഷേ ഇതിന് ചെറിയ മധുരം ഉണ്ട് കേട്ടോ. ഉപ്പിലിടാന്നല്ല, അച്ചാറിടാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു കേട്ടോ. അപ്പം മധുരം ഉള്ളതുകൊണ്ട് ഇത് ഉപ്പിലിട്ട് അത്ര സുഖം കാണത്തില്ല എന്ന് വിചാരിച്ച് അച്ചാറിട്ടാൽ വലിയ സുഖം കാണത്തില്ല എന്ന് വിചാരിച്ച് ഞാനിത് ഉപ്പിലിടാനാണ് പോകുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഈ തൊലിയൊക്കെ ഇല്ലേ നല്ല കട്ടിയാട്ടോ. ഞാൻ കട്ട് ചെയ്യാതെ അല്ലാതെ ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിന് നല്ല കട്ടി ആയതുകൊണ്ട് കുറേയൊക്കെ ചെത്തി കളഞ്ഞു. പിന്നെ ഈ പച്ചക്കറിയുടെ വേസ്റ്റും അല്ലാത്തുള്ള വേസ്റ്റുകളും പഴത്തൊലി അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് വരുമല്ലോ. അതെല്ലാം ഞാൻ അതിനകത്ത് കൊണ്ടിടുന്നത്. അതായത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു ചെടിച്ചട്ടി, ഇച്ചിരി ഒരു വലിപ്പമുള്ളതാട്ടോ. അതിനകത്ത് കുറച്ച് മണ്ണുണ്ട്. അപ്പോൾ ആ മണ്ണിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ കൊണ്ടുവന്ന് ഇടും. എന്നിട്ട് ഇത് മഴയുള്ള സമയത്ത് ഞാൻ അടച്ചു വെക്കും, അല്ലാത്ത സമയത്ത് തുറന്ന് വെക്കും. അതായത് നല്ല വെയിലടിക്കുന്ന സ്ഥലമാണ് അവിടെ. അപ്പം വെയിലടിച്ചിട്ട് ഇത് നന്നായിട്ട് ഉണങ്ങി, ഇത് അഴുകത്തില്ല കേട്ടോ. എനിക്ക് അഴുകുന്നതിനേക്കാളും കൂടുതൽ ഇത് ഉണങ്ങിയാണ് വരുന്നത്. ഉണങ്ങി വന്നതിന് ശേഷം അത് നല്ല രീതിയിൽ പൊടിഞ്ഞ് അതിനകത്ത് മിക്സ് ആവും കേട്ടോ. അപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കും. പഴയത് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് അടിയിലോട്ട് പോകും. ഇതാകുമ്പോൾ നമുക്ക് പിന്നെ വേസ്റ്റൊക്കെ അവിടെ കൊണ്ടിട്ട് ഇവിടെ കൊണ്ടിട്ട് അങ്ങനെ വൃത്തികേടാവത്തുമില്ല, ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. പിന്നെ ഇത് വളമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് എടുത്ത ചെടികൾക്കോ എന്തതിലേക്കൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നീളത്തിലൊന്ന് മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഹോസ്പിറ്റലിൽ പോയത് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ചെന്നപ്പോൾ എനിക്ക് ടെൻഷനാണ്. ഈ ഒരു കാര്യം മാത്രമായിരുന്നു ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് എനിക്ക് ടെൻഷനൊന്നും ഇല്ല, എനിക്കിപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും ആൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇന്ന ടെൻഷനാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അവസാനം മൈഗ്രീനിൽ വന്ന് എത്തി കേട്ടോ. അപ്പോൾ എനിക്ക് മൈഗ്രീൻ ആണെന്നാണ് പറഞ്ഞത്. മൈഗ്രീൻ ഞാൻ പറഞ്ഞു എനിക്ക് ഓൾറെഡി ഉള്ളതാണ്. പക്ഷേ എനിക്ക് തലകറക്കം എന്തുകൊണ്ടാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. തലവേദന എനിക്ക് അങ്ങനെയല്ല, തലവേദനയെക്കാളും കൂടുതൽ എനിക്ക് തലകറക്കമാണ് എന്നാണ് ഞാൻ ഡോക്ടറോട് പറഞ്ഞത്. അപ്പോൾ മൈഗ്രീനാണ്. പിന്നെ 2 ആഴ്ചത്തേക്ക് ഈ മൈഗ്രീനുള്ള മരുന്ന് എനിക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 2 ആഴ്ചയിലുള്ള മരുന്നാണ് തന്നേക്കുന്നത്. ഒരാഴ്ച കഴിച്ചിട്ടും കുറവില്ലെങ്കിൽ ആ ഒരാഴ്ചയിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അത് കുറവുണ്ടെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഡോക്ടറെ പോയി കണ്ടാൽ മതി. പിന്നെ ഒട്ടും പറ്റത്തില്ലെങ്കിൽ MRI എടുത്തേ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ഒരാഴ്ച ആയി വന്നു. എനിക്ക് കുറവുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുറവുള്ളതുപോലെ എനിക്കറിയില്ല. എനിക്ക് ഉറക്കത്തിൻ്റെ ആണോ എന്തിൻ്റെ ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ തലകറക്കം ഇപ്പോഴും ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. മരുന്നുണ്ട്. ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് നല്ല ഉറക്കക്ഷീണം ഉണ്ട് കേട്ടോ. സംഗി അന്നേരേ ആ ടാബ്ലറ്റ് എനിക്ക് എഴുതുന്ന കണ്ടപ്പോഴേ അവളെൻ്റെ അടുത്ത് ഇറങ്ങിയപ്പോഴേ പറഞ്ഞു, ഈ ടാബ്ലറ്റ് കഴിച്ചാൽ നിനക്ക് നല്ല ഉറക്കമായിരിക്കും, നന്നായിട്ട് ഉറങ്ങണം, റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ ആൾ. അപ്പോൾ ഞാൻ അന്നേരം വിചാരിച്ചു, ദൈവമേ, അല്ലാതെ എനിക്ക് ഉറക്കം ശരിയാവുന്നേയില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഇത് മരുന്നും കൂടെ കഴിക്കുമ്പോൾ ഞാൻ ഫുൾ ടൈം ഉറങ്ങുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ പറഞ്ഞത് വാസ്തവമായിട്ടോ. എനിക്ക് ഉറങ്ങാത്ത ഞാൻ ഇപ്പം പകലൊക്കെ കിടന്ന് ഫുൾ ടൈം ഉറങ്ങുകയാണ്. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇടയ്ക്കൊന്നും ഇടാതെയൊക്കെ ഇരുന്നത്. പിന്നെ നമുക്ക് മാനസികമായിട്ടും ഉള്ള ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളോട് ബർത്ത്ഡേ വിഷസ് പറയാൻ കുറേ പേര് പറഞ്ഞിട്ടില്ല. അതിൽ കുറച്ച് പേരുടെ പേര് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ദേവൂട്ടി ചക്രയുടെ മകളായ ശ്രീനന്ദയുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് 6-നും ഗ്രീഷ്മയുടെ മകനായ ശക്തിയുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് 8-നും
അർച്ചനയുടെ ചേട്ടൻ്റെ കുഞ്ഞായ വിദ്യു ശ്രീറാമിൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് 5-നും ജിസ്മോൾ ജോസഫിൻ്റെ മകനായ സാമുവലിൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് 7-നും പിന്നെ സന്ധ്യയുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് 6-നും അഞ്ജലി ശ്രീജിത്തിൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് 8-നും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് നാളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസ് നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ആ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ചക്കര ഉമ്മയുണ്ട്. അങ്ങനെ ഇതാ നമുക്ക് കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അതായത് പേപ്പറും കാര്യങ്ങളൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കുറച്ചിങ്ങനെ കൂട്ടി വെച്ചിട്ട് അങ്ങനെയാണ് കത്തിക്കുന്നത്, എല്ലാ ദിവസവും കത്തിക്കാറ് അങ്ങനെ ഇല്ല കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ കാടൊക്കെ വെട്ടി തെളിച്ചെങ്കിലും വീണ്ടും മഴ പെയ്തപ്പോൾ ആ ഒരു പോച്ചയും പുല്ലും ഒക്കെ ഇങ്ങനെ വളരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും കാടാവാതിരുന്നാൽ നല്ലത്. ഇവിടെയും എലിയുടെ ശല്യം നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ. അപ്പം എലിയല്ല, മറ്റേ പെഴിച്ചാഴി തന്നെ, അത് തന്നെയായിരുന്നു നമുക്ക് അവിടെയും ശല്യം. ഇവിടെ അതേപോലെ ഉണ്ട്. ഈ നടക്കുന്ന സ്ഥലത്തെല്ലാം ഇങ്ങനെ നല്ല രീതിയിൽ വലിയ കുഴി കുഴിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മണ്ണൊക്കെ ഇങ്ങനെ പൊക്കി വെക്കുകയൊക്കെ ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ്. നമുക്ക് വലിയ ശല്യമൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. നമുക്കും ചെറിയ സൈഡിലൊക്കെ ഇങ്ങനെ കുഴിച്ചൊക്കെ വെക്കുന്ന ഒരു ശല്യം തന്നെയാണ്. എന്ത് ചെയ്യാനാണ്, എല്ലായിടത്തും ഉള്ളതൊക്കെ തന്നെ ആണെന്ന് തോന്നുന്നു. എവിടെ പോയാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറുന്നേ ഇല്ല. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ സീ.